നമസ്കാരം, ഞാൻ ഷോണിമ. അൽ ഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക്. ബഹ്റിനിൽ 220 കിലോഗ്രാം വലിപ്പം കുറഞ്ഞ സാഫി മത്സ്യം പിടികൂടിയതായി മറൈൻ റിസോഴ്സ് ഡയറക്ടറേറ്റ് അറിയിച്ചു. 2002 സമുദ്ര വിഭവങ്ങളുടെ ചൂഷണം, സംരക്ഷണം എന്നിവ സംബന്ധിച്ച നിയമപ്രകാരം രാജ്യത്ത് ഇവ പിടിക്കുന്നതിന് ചില കാലയളവുകളിൽ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സമുദ്ര വിഭവങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള നിയന്ത്രണങ്ങൾ നടപ്പാക്കാൻ ലക്ഷ്യമിട്ട് ജുഡീഷ്യൽ ഓഫീസർമാർ നടത്തുന്ന സമുദ്ര നിരീക്ഷണ ശ്രമങ്ങളുടെയും നിയമലംഘകരെ പിടികൂടുന്നതിനുള്ള ദൈനംദിന ക്യാമ്പയിനുകളുടെയും ഭാഗമായാണ് ഈ നടപടിയെന്ന് ഡയറക്ടറേറ്റ് അറിയിച്ചു. സമുദ്ര വിഭവങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഇവയുടെ മത്സ്യബന്ധനം, വിൽപ്പന, വാങ്ങൽ, കച്ചവടം എന്നിവയിൽ നിന്ന് വിട്ടുനിൽക്കാൻ മറൈൻ റിസോഴ്സ് ഡയറക്ടറേറ്റ് എല്ലാ മത്സ്യത്തൊഴിലാളികളോടും ജനങ്ങളോടും ആവശ്യപ്പെട്ടു. ദിവസേനയുള്ള പരിശോധനാ ക്യാമ്പയിനുകൾ തുടരുന്നതിനും നിയമലംഘകരെ പിടികൂടുന്നതിനും അവർക്കെതിരെ ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനുമുള്ള പ്രതിബദ്ധതയും ഡയറക്ടറേറ്റ് അറിയിച്ചു. കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമായ വയനാട് മുണ്ടക്കൈ ചൂരൽമലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ അഗാധമായ ദുഃഖമറിയിച്ച് ബഹ്റൈൻ. ദുരന്തത്തിൽ 240-ലധികം പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും നിരവധി പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ സർക്കാരിനോടും ജനങ്ങളോടും മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും കുടുംബാംഗങ്ങളോടും അനുശോചനം അറിയിക്കുന്നതായി ബഹ്റൈൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. പരിക്കേറ്റ എല്ലാവരും വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്നും ബഹ്റൈൻ ആശംസിച്ചു. പ്രവാസികളെ ചൂഷണം ചെയ്യുന്ന വിമാന കമ്പനികളെ നിയന്ത്രിക്കാൻ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ സ്വകാര്യ ബിൽ അവതരിപ്പിച്ച ഷാഫി പറമ്പിൽ MP അനാഥരായ പ്രവാസികളുടെ നാഥനായി മാറിയെന്ന് ബഹ്റൈൻ OICC അഭിപ്രായപ്പെട്ടു. എല്ലാ വിമാന കമ്പനികളും ഒന്നിച്ച് മനഃപൂർവ്വം പ്രവാസികളെ ചൂഷണം ചെയ്യുന്നുവെന്നും അത്യാവശ്യ ഘട്ടങ്ങളിൽ പെട്ടെന്ന് നാട്ടിലേക്ക് യാത്ര ചെയ്യാൻ പറ്റില്ലാത്ത അവസ്ഥയാണ് നിലവിലെന്നും ഷാഫി പറമ്പിൽ MP അഭിപ്രായപ്പെട്ടു. പ്രവാസി വിഷയങ്ങളിൽ ആദ്യ പാർലമെന്റ് സമ്മേളനത്തിൽ തന്നെ ഇടപെടൽ നടത്തിയ ഷാഫി പറമ്പിൽ MP പ്രവാസികളുടെ രക്ഷകനായി മാറിയെന്നും ബഹ്റൈൻ OICC ദേശീയ കമ്മിറ്റി അഭിപ്രായപ്പെട്ടു. തന്റെ സുഹൃത്ത് വലയത്തിൽ നിരവധി OICC നേതാക്കൾ ഉള്ളതുകൊണ്ട് പ്രവാസികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ ഷാഫി പറമ്പിലിന് സാധിക്കുന്നുവെന്നും ബഹ്റൈൻ OICC അഭിപ്രായപ്പെട്ടു. തുടർന്നും പ്രവാസി വിഷയങ്ങൾ പാർലമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ അദ്ദേഹം ഉണ്ടാകുമെന്നും ബഹ്റൈൻ OICC പ്രതീക്ഷ പ്രകടിപ്പിച്ചു. ഗൾഫ് രാജ്യങ്ങളിൽ ശക്തമായി കൊണ്ടിരിക്കുന്ന ഉഷ്ണതരംഗത്തിനിടയിൽ അടുത്ത ഏതാനും ദിവസങ്ങളിൽ സൗദിയിലും ഒമാനിലും ശക്തമായ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് ബന്ധപ്പെട്ട ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഒമാനിലെ ചില പ്രദേശങ്ങളിൽ ഇടയ്ക്കിടെയുള്ള മഴയും ഇടിമിന്നലും പ്രതീക്ഷിക്കുന്നതായാണ് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. സുൽത്താനേറ്റ് സിവിൽ ഏവിയേഷൻ അതോറിറ്റി ജൂലൈ 31 മുതൽ ഓഗസ്റ്റ് 2 വരെയുള്ള ദിവസങ്ങളിലാണ് മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അറബിക്കടലിൽ ജൂലൈ അവസാനത്തിൽ രൂപപ്പെടുന്ന ന്യൂനമർദ്ദമാണ് ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. അതിനിടെ സൗദി അറേബ്യയിലെ ചില പ്രദേശങ്ങളിലും മഴയും മണൽക്കാറ്റും അനുഭവപ്പെടുന്നതായും വരും ദിവസങ്ങളിൽ ഇത് തുടരുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മക്കയിലെ നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ഇവിടെ കനത്ത മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് അധികൃതരുടെ പ്രവചനം. BMC ന്യൂസിൽ ഇനിയൊരു ഇടവേള. All your favorite products under one roof in Bahrain from our 14 branches at 27-year-old Megamart and Macromart. Bakery, fresh meat and fish, fruits and vegetables, sweets and snacks, ready-to-eat foods, dairy products, grocery or consumer goods. To have a wonderful shopping experience, please visit your nearest Megamart Macromart branch. Megamart and Macromart, full of goodness.
നെഞ്ചു തകർന്ന് വയനാട്. വാർത്തകളിലേക്ക്. വയനാട് ദുരന്തത്തിൽ മരണം 240 കടന്നു. കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ 191 പേരെയാണ് ഇല്ലാത്തത്. മണ്ണിനടിയിലും കൂടുതൽ മൃതദേഹങ്ങൾ ഉണ്ടാകാമെന്നാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ആദ്യ ദിനം മോശം കാലാവസ്ഥ മൂലം താൽക്കാലികമായി നിർത്തിവെച്ച രക്ഷാദൌത്യം അതിരാവിലെ തന്നെ തുടങ്ങിയിരുന്നു. ബന്ധുക്കൾ ആരോഗ്യ സ്ഥാപനങ്ങളിൽ അറിയിച്ച കണക്കുകൾ പ്രകാരം ഇനിയും 277 പേരെയാണ് കാണാനില്ലാത്തത്. അവരെ കണ്ടെത്താനുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് നടന്നുവരുന്നത്. വയനാട്ടിൽ തുടരെയുള്ള ഉരുൾപൊട്ടലിൽ ഇന്ത്യൻ സൈന്യവും മറ്റ് സന്നദ്ധ സംഘങ്ങളും നടത്തുന്ന സേവന പ്രവർത്തനങ്ങൾ രാജ്യവ്യാപകമായി ഇന്റർനെറ്റ് ഉപഭോക്താക്കളുടെ പ്രശംസ ഏറ്റുവാങ്ങുന്നു. ഒരു ഒളിമ്പിക്സ് മെഡലിനേക്കാളും ഒട്ടും കുറവല്ല ഈ ധീരമായ പ്രകടനങ്ങളെന്നാണ് സമൂഹ മാധ്യമത്തിൽ ഉയരുന്ന പ്രതികരണം. കരസേന, നാവികസേന, NDRF എന്നിവരടങ്ങുന്ന റെസ്ക്യൂ ടീമുകൾ പരിക്കൻ കാലാവസ്ഥയ്ക്കിടയിലും രക്ഷപ്പെട്ടവരെ തിരയുകയാണ്. അതേസമയം തന്നെ ദുരിതബാധിതർക്ക് നിർണായക സഹായം നൽകാൻ ഒന്നിലധികം ഏജൻസികൾ സഹകരിച്ച് പ്രവർത്തിക്കുകയാണ്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച അവലോകന യോഗത്തിൽ മുണ്ടക്കൈ പൂർണ്ണമായും തകർന്നുവെന്ന് വിലയിരുത്തൽ. മണ്ണിനടിയിലുള്ളവരെ കണ്ടെത്തണമെങ്കിൽ കൂടുതൽ ഉപകരണങ്ങൾ എത്തിക്കണമെന്ന് യോഗത്തിൽ നിരീക്ഷണം. രക്ഷാദൌത്യ സംഘം നേരിടുന്നത് വലിയ വെല്ലുവിളിയെന്നും യോഗം വിലയിരുത്തി. കേന്ദ്ര സർക്കാരിന്റെയും ആർമിയുടെയും ഇതുവരെയുള്ള പ്രവർത്തനത്തിൽ സംതൃപ്തരെന്നും വിലയിരുത്തൽ. മുണ്ടക്കൈയിലേക്ക് കൂടുതൽ വെള്ളവും ഭക്ഷണവും എത്തിക്കാനും യോഗത്തിൽ തീരുമാനമായി. രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന വിവിധ വിഭാഗങ്ങളുടെ ചുമതലയിലുള്ളവർ ഓൺലൈനായും യോഗത്തിൽ പങ്കെടുത്തു. വയനാട് മേപ്പാടിയിലെ മുണ്ടക്കൈ, ചൂരൽമല മേഖലകളിലുണ്ടായ ഉരുൾപൊട്ടലിൽ പ്രതികരണവുമായി മാധവ് ഗാഡ്ഗിൽ. നടന്നത് മനുഷ്യനിർമ്മിത ദുരന്തമെന്നും ഗാഡ്ഗിൽ പറഞ്ഞു. മേപ്പാടി മേഖലയിലെ ഉരുൾപൊട്ടൽ സാധ്യത നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചതാണെന്ന് മാധവ് ഗാഡ്ഗിൽ പറഞ്ഞു. സമൂഹ മാധ്യമങ്ങളിലൂടെ തന്റെ വാക്കുകൾ ജനങ്ങൾ ഏറ്റെടുക്കുന്നത് സ്വാഗതാർഹമാണെന്നും അദ്ദേഹം അറിയിച്ചു. സർക്കാരിൽ പ്രതീക്ഷയില്ലെന്നും ജനകീയ മുന്നേറ്റമാണ് പരിസ്ഥിതി സംരക്ഷണത്തിന് ആവശ്യമെന്നും ഗാഡ്ഗിൽ വ്യക്തമാക്കി. വയനാട് ദുരന്തത്തിൽ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തിയ അമിത് ഷായ്ക്ക് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം റെഡ് അലർട്ട് വയനാട്ടിൽ പ്രഖ്യാപിച്ചത് ദുരന്തം നടന്നതിന് ശേഷമാണ്. കേന്ദ്രം പ്രവചിച്ചതിലധികം മഴ പെയ്തുവെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. കേന്ദ്രമന്ത്രി അമിത് ഷാ പാർലമെന്റിൽ പറയുന്ന കാര്യത്തിൽ വസ്തുതയില്ല എന്നും NDRFനെ കേരളം നേരത്തെ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്തേക്ക് അയച്ചതെന്നും അദ്ദേഹം അറിയിച്ചു. കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്ര മുന്നറിയിപ്പ് അനുസരിച്ച് എല്ലാ മുൻകരുതലും കേരളം എടുക്കാറുണ്ട്. ഈ ദുരന്തങ്ങളെല്ലാം കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായാണ് സംഭവിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായി വന്നുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങൾ പ്രതിരോധിക്കുന്നതിന് ആവശ്യമായ ഫലപ്രദമായ നടപടികളിലേക്കാണ് കടക്കേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിൽ കടുത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ നദികളിലെയും ഡാമുകളിലെയും ജലനിരപ്പ് ഉയരുന്നതായി റിപ്പോർട്ട്. KSEBക്ക് കീഴിലുള്ള ഡാമുകളിൽ നീരൊഴുക്ക് കൂടിയതായും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആശങ്ക വർദ്ധിപ്പിച്ചുകൊണ്ട് ഇടുക്കിയിൽ ജലനിരപ്പ് 52.81%. വയനാട് ബാണാസുര സാഗർ അണക്കെട്ടിലെ ജലനിരപ്പ് 83.26% വർദ്ധിച്ചു. ജലസേചന വകുപ്പിന് കീഴിലുള്ള ഡാമുകളിലും സംഭരണശേഷിയുടെ പരമാവധിയിലേക്ക് വെള്ളം എത്തുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. വിവിധ നദികളിലെ ജലനിരപ്പ് അപകടകരമായി ഉയരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര ജല കമ്മീഷൻ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. തീരപ്രദേശത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രതാ നിർദ്ദേശം പാലിക്കണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. അതേസമയം സംസ്ഥാനത്ത് നാളെ ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. വടക്കൻ കേരളത്തിൽ മഴ കനക്കും. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. കാലാവസ്ഥാ വകുപ്പ് 4 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ തിരുവനന്തപുരം, കൊല്ലം ഒഴികെ ബാക്കി 12 ജില്ലകളിലും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചു. ജൂലൈ 30 ഇതുവരെ കണ്ട ഏറ്റവും വലിയ ദുരന്ത വാർത്ത കേട്ട് കേരളം ഉണർന്ന ദിവസം. കുത്തിയൊഴുകിയെത്തിയ മലവെള്ളവും ഗതിമാറിയൊഴുകിയ പുഴയും ഒരു ജനപഥത്തെ തന്നെ ഇല്ലാതാക്കി. സംഹാര രൂപം പൂണ്ട പ്രകൃതി മനുഷ്യജീവനുകൾ എടുത്ത് നമ്മുടെ നാടിന്റെ ഉള്ളുലച്ച് കുത്തിയൊഴുകി. ഉരുൾപൊട്ടലുകൾ അനവധി കണ്ടവരാണ് നമ്മൾ മലയാളികൾ. പക്ഷേ ഇത്രയും ഭീകരമായ ഒരു ദുരന്തം ആരും പ്രതീക്ഷിച്ചതല്ല. പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി ഉറങ്ങാൻ കിടന്നവർ എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും തിരിച്ചറിയാനാകാതെ നിത്യമായ നിദ്രയിലേക്ക് വീണുപോയി. ഒരു ദിവസം മുൻപ് വരെ കാഴ്ചയുടെ വിരുന്നൊരുക്കിയ ഇടമാണ് ശ്മശാന ഭൂമിയായി മാറിയത്. നാട്ടുകാരും രക്ഷാപ്രവർത്തകരും തുടക്കമിട്ട രക്ഷാപ്രവർത്തനം NDRFും ഫയർഫോഴ്സും പിന്നീട് സൈന്യവും ഏറ്റെടുക്കുന്നതാണ് നാം കണ്ടത്. സാധ്യമായ എല്ലാ രക്ഷാപ്രവർത്തനവും ഏകോപിപ്പിക്കുമെന്നും സംഭവം അറിഞ്ഞതു മുതൽ സർക്കാർ സംവിധാനങ്ങൾ യോജിച്ച് രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയിട്ടുണ്ടെന്നുമുള്ള മുഖ്യമന്ത്രിയുടെ ആദ്യ പ്രതികരണം ആശ്വാസകരവും മുന്നിലുള്ള ദൗത്യത്തിന്റെ ആഴവും വേഗവും ഓർമ്മിപ്പിക്കുന്നതുമായിരുന്നു. കൂടുതൽ സേന സ്ഥലത്തെത്തിയതോടെ മണ്ണിൽ പുതഞ്ഞവരെയും
പലയിടങ്ങളിലായി കുടുങ്ങിയവരെയും രക്ഷിക്കാനുള്ള ശ്രമം ഊർജിതമായി. പാലം പൊളിഞ്ഞപ്പോൾ താൽക്കാലിക പാലമുണ്ടാക്കിയും പ്രതികൂല സാഹചര്യങ്ങൾ വകവയ്ക്കാതെ ഹെലികോപ്റ്റർ ഇറക്കിയതും നമ്മൾ കണ്ടു. മന്ത്രിമാരും വ്യത്യസ്ത രാഷ്ട്രീയ നേതാക്കളും ഭരണ പ്രതിപക്ഷ ജനപ്രതിനിധികളും സംഘടനകളും കാര്യങ്ങൾ ഏകോപിപ്പിച്ചു. ദുരന്തഭൂമിയുടെ സമീപം വരെയുള്ള മേഖലയിലെ വൈദ്യുതി ബന്ധം മണിക്കൂറുകൾ കൊണ്ടാണ് KSEB പുനഃസ്ഥാപിച്ചത്. അക്ഷരാർത്ഥത്തിൽ ഭരണ സംവിധാനവും പൗരസമൂഹവും ഒന്നിച്ചിറങ്ങി മഹാദുരന്തത്തെ നേരിട്ട ഒരു പകൽ. മുണ്ടക്കൈ ഇനി കണ്ണീരോർമ്മയുടെ ചരിത്രമാണ്, നാമാവശേഷമായ ചരിത്രം മാത്രം. പക്ഷേ അങ്ങനെ ആ നാടിനെ കൈവിടാൻ നമുക്കാവില്ലെന്ന് ആവർത്തിച്ചുറപ്പിക്കുകയാണ് മലയാളികൾ. നമുക്ക് തളർന്നുപോയ അതിജീവിതരുടെ കൈപിടിച്ച് ഉയർത്തണം. കരളുറപ്പോടെ കേരളം ദുരിതബാധിതരുടെ കൈപിടിക്കും. അത് കേരളത്തിന്റെ ഉറപ്പാണ്, ലോകമെമ്പാടുമുള്ള മലയാളികളുടെ ഉറപ്പാണ്. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.